ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 31 ശ്ലോകം 5-6. യാചത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യഃ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയ പൂർവം നിസ്സന്ദേഹം ദിതികുലപതൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുജു ഋഷയഃ സാമരാഃ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈരവൃധദവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. യാചത് ഏവം യാചത്യേവം യദി സഹ ഭഗവാൻ സ ഭഗവാൻ പൂർണ്ണകാമഃ അസ്മി പൂർണ്ണകാമോസ്മി സഹ അഹം സോഹം ദാസ്യാമി ഇവ ദാസ്യാമ്യേവ സ്ഥിരം ഇതി സ്ഥിരമിതി വദൻ കാവ്യശബ്ദഃ അപി കാവ്യശബ്ദോപി ദൈത്യഃ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത് തോയപൂർവം പ്രാർപ്പയത്തോയപൂർവം നിസ്സന്ദേഹം ദിതികുലപതൗ ത്വയി അശേഷാർപ്പണം ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ തദ്വ്യാതന്വാനേ മുമുജുഹു ഋഷയഃ മുമുജുഋഷയഃ സാമരാഃ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈഃ അവൃധത് അവധീകൃത്യ അവൃധത് പ്ലസ് അവധീകൃത്യ അവൃധദവധീകൃത്യ ഉച്ചൈരുച്ചൈരവൃധദവധീകൃത്യ വിശ്വഭാജാമുച്ചൈരുച്ചൈരവൃധദവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തില് ബലിയിരിക്കെ ഭഗവാനുക്ക് 3 അടി മണ്ണ് ദാനം മണ്ണത്തുക്ക് റെഡിയായിരുന്ന സമയത്തില് ആചാര്യനാണ് ശുക്രമഹർഷി വന്നിട്ട് ചെയ്യാതെ ചൊല്ലുറ മാമാദേയം കൊടുക്കാതെ ഇത് വിഷ്ണു ആക്കും വന്നിരിക്കുന്നത് தெரிஞ்சுக்கோ நீ அப்படின்னு சொல்லுற. இனி அப்புறம் என்ன வருது பார்க்கலாம். 5வது ശ്ലോകത്തില് സഹ ഭഗവാൻ ഏവം യദി യാചതി സഹ അഹം പൂർണ്ണകാമഃ അസ്മി. സഹ ഭഗവാൻ എന്താ വന്നിരിക്കപ്പെട്ടത് വിഷ്ണു ഭഗവാൻ ആക്കുമാനാൽ അതും എങ്കട്ടെപ്പിടി ഏവം യദി യാചതി എങ്കട്ട് യാചിക്കുവാക്കം ചെയ്തിരിക്ക 3 അടി മണ്ണ് താ ചൊല്ലിയിട്ട് அப்படியானால സഹ அகம் அப்படியுள்ள அந்த ഭഗവാനുക്ക് എങ്കട്ട വന്ന് കേട്ടാകാനാൽ ഞാൻ എന്നാച്ച് പൂർണ്ണകാമഹാസ്മി നാം പൂർണ്ണകാമനായി തീർന്നാച്ച് ഇങ്ങ ഭഗവാൻ വന്ന് എങ്കട്ട യാചിച്ചിരിക്കാൻ ഞാനാനാല കൊടുക്കണം എന്നൊക്കെ சொல்றேன். ദാസ്യാമി ഏവ ഞാൻ കൊടുക്കത്താൻ ചെയ്യുവേൻ.
குரு சொல்லிட்டும் அப்போ அந்த ஒரு குரு கிருபை அப்படி வசந்து നിന്നിരുന്നത് அந்த குரு கிருபை இங்கே குருவுக்கு ஒரு அனிஷ்டம் வந்து കഴിഞ്ഞപ്പോൾ குரு கிருபை மாறினது ഭഗവാനുக்கு ரொம்ப வேகத்தில் அந்த വലിയ ജയിக்கிறதுக்கு முடியாது. ഇതി സ്ഥിരം വദൻ സഹ ദൈത്യ അപ്പടി ഉറപ്പിച്ച് സ്ഥിരം വദൻ ഉറപ്പിച്ച് ചൊല്ലുവാക്കും അന്ത അസുര ചക്രവർത്തിയാണ് മഹാബലി. കാവ്യശബ്ദ കാവ്യഞ്ജന ശുക്രമഹർഷി ഇത് കേട്ടതും നിജദൈതയാ വിന്ധ്യവല്യ ദത്തപാദ്യായ തുഭ്യം ചക്രമഹർഷി ഉടനെ ശാപം കൊടുത്തിട്ടും அந்த ബലിയോട് പത്നിയാണ് വിന്ധ്യാവലി ദത്തപാദ്യായ തുഭ്യം அந்த ഇതിൽ അവർ ദാനം മണ്ണർത്തുക റെഡിയാ നിൽക്കറത്തെ അതിൽ ജലം ഇട്ട് കൊടുക്കറാളാം വിന്ധ്യാവലി. ദത്തപാദ്യായ തുഭ്യം പാദ്യം ഇട്ട് കൊടുക്കറ തോയപൂർവം സകലമപി പ്രാർപ്പയത് ചിത്രം ജലം വിട്ട് സങ്കല്പം പണി അവർക്ക് ദാനം പണിനത് സകലതും അന്ന് ഭഗവാനുക്ക് സമർപ്പണം പണിച്ച്. എല്ലാരും ഏതൊരു ഭഗവാനെ ആരാധിച്ച് എനിക്ക് വരന്താ ചൊല്ലിയിട്ട് യാചനം പണ്ണുവാളോ അപ്പടിയുള്ള ഭഗവാനെ അല്ലുവ ഇങ്ങോട്ട് യാചിക്ക വന്നിരിക്കാർ. ഇതുക്ക് മേലെ എനിക്ക് എന്നെ സ്ഥാനം കിടക്കണം എന്നൊക്കെ മഹാബലിയോട് ഒരു അവരോടാണ് വ്യൂ അപ്പടിയൊക്കെ. അപ്പം ഇങ്ങനെ എന്നോട് എല്ലാ ആഗ്രഹവും പൂർത്തിയായാച്ച് ഇതുക്ക് മേലെ എനിക്ക് ഇനി ഒന്നും കടക്കറത്തിക്കില്ലേ, ഭഗവാനൊക്കെ കൊടുക്കത്തക്കനെയാവാക്കും എങ്കിട്ട് എല്ലാം ഇരിക്കുന്നുണ്ടാകാൻ ഭഗവാൻ വന്ന് എങ്കിട്ട് വന്ന് കേൾക്കണം എന്നാണ്. അതൊക്കെ മേലെ എനിക്ക് ഒന്നും ഇനി കടക്കറത്തിക്കില്ലേ. അപ്പം നമ്മൾ ബലി ചൊല്ലപ്പെട്ടത് ഒരു അസുരനാക്കുന്നൊന്നും ചൊല്ലിയിട്ട് കാര്യമില്ലേ, അന്തളവക്ക് ചിന്തിക്കത്തക്കനെയാവുള്ളൊരു മനസ്സ് ബലിക്കിരിക്കും. അതിനാൽ മഹാബലിയാണത്. അപ്പോൾ ശുക്രാചാര്യർ താൻ ചൊല്ലത്ത കേക്കലൈ അപ്പടി ചൊന്നപ്പോൾ നീ സർവ്വ ഐശ്വര്യങ്ങളും ഇല്ലാതെക്ക് പോകട്ടും അപ്പടി എന്നൊക്കെ ശാപം കൊടുക്കറ. അപ്പടി ചൊല്ലിയിട്ടും താൻ ഒരു വാർത്ത ചൊല്ലിയാച്ച് തറയും ചൊല്ലിയാച്ച് അതിലേന്ത് ലംഘനം പണി മാറമാട്ടേ അപ്പടിന്ന് ഇരിക്കാൻ എന്താ ബലി. ഇനി അവരാൻ അപ്പടി ഇരുന്നാലും അവരോട് പത്നിയാണ് അത് വിന്ധ്യാവലി കാലലമ്പി അവർക്ക് പാദ്യം കൊടുത്ത് കയ്യിൽ ജലം വിട്ട് ഇത് ദാനം മണ്ണർത്തക്കും അവളും റെഡിയായിരിക്കാം. അപ്പോൾ ഇവർ ആചാര്യ ഗുരു ചൊന്നക്കഴിഞ്ഞോടനെ ഇവർക്ക് തെരിഞ്ഞാച്ച് തനക്കിനിമേ നാശം വരപ്പോറത് അപ്പടിന്ന് തെരിഞ്ഞിട്ടും ഗുരു ഉപദേശം പണിയും ഗുരു ശാപം കടച്ചും തന്നോട് സത്യത്തെ വിടമാട്ടേൻ അപ്പടിന്ന് ഇരിക്കപ്പെട്ട ബലി മഹാബലിതാൻ. അത്ഭുതം അതായത് ചിത്രം അത്യദ്ഭുതം ചൊല്ലുക. ദിതികുല പദവും ഇനി ഭഗവാൻ അത് സ്വീകരിച്ച ഉടനെ അത് ത്രിവിക്രമ രൂപത്തെ എടുക്കറ. ദിതികുല പദവും നിസ്സന്ദേഹം ത്വയി തത് അശേഷാർപ്പണം യാതന്വാനെ. അസുര ചക്രവർത്തിയാണ് ദിതികുല പദമെന്ന് അസുര ചക്രവർത്തിയാണ് മഹാബലി. നിസ്സന്ദേഹം ഒരു സന്ദേഹവുമില്ലായി. അങ്ങൊരു സെക്കൻഡ് തോട്ടേ അവർക്കില്ലേ. ത്വയി തത് അശേഷാർപ്പണം യതന്വാനെ ഭഗവാനുക്ക് സർവവും ദാനം പണിയച്ച്. പോയി സമരാഹ ഋഷയഃ പുഷ്പവർഷം മുമുജുഹൂച്ച. അന്ത സമയം സാമരാഹ എന്ന ദേവന്മാർ അമരാഹ സ അമരാഹ സാമരാഹ എന്താ ദേവാളെല്ലാം അതേമാതിരി ഋഷികളെല്ലാം മഹർഷികളെല്ലാം പുഷ്പവർഷം മുമുജുഹു പുഷ്പത്താല അത് മഴ പെയ്യ വെച്ചാണ് അവർ മേലെ നിറയെ പുഷ്പങ്ങൾ വന്ന് വീഴുന്നത്. തവാ തത് ഇതം ദിവ്യരൂപം വിശ്വഭാജാം പശ്യതാം. ഭഗവാനോട് ദിവ്യമാന രൂപം
அந்த லோகத்தில் இருக்கப்பட்ட அந்த லோகவாசிகளெல்லாம் பார்த்துட்டே இருக்கிறதே அந்த குழந்தையா ഒരു വടു രൂപത്തിലെ വടുവാമനനാ വന്ന് அந்த ഭഗവാൻ എല്ലാരും பார்த்துட்டே இருக்கிற സമയത്തില് വിശ്വഭാണ്ഡം അവധീകൃത്യ இந்த பிரம்மாண்டம் வரைக்கும் ഒശന്ത് പിടിയും ഉലഹളന്താർ പെരുമാളുണ്ട്. അതേമാതിരി പിരിശായി 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 ബ്രഹ്മാണ്ടം വരയ്ക്കും ഒശന്ത് മേലുക്ക് പോനാരാം. ഉച്ചൈഹി ഉച്ചൈഹി അവധൃത് 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 എന്ന് മേലുക്ക് മേലുക്ക് വളർന്നാർ. അവധൃത് എന്ന് വളർന്നാർ. ഇപ്പടി സത്യലോകം വരയ്ക്കും ഭഗവാൻ വളർന്ന് മേലെ പോനാർ. ഇനി ഇപ്പടി அந்த ജാമ്പവാനെല്ലാം ഭഗവാനെ സ്തുതി പണ്ണപ്പെട്ടതെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ பார்க்கலாம். ഹരേ കൃഷ്ണ.